തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. വലിയ ആവേശത്തോടെ ജനം വോട്ട് ചെയ്യുന്നു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ വിശേഷങ്ങൾ ഒന്ന് നോക്കാം. ഇവിടെ ഏതാണ്ട് ഇപ്പോൾ സമയം ഉച്ച 12 മണിയോടടുക്കുകയാണ്. ഈ സമയത്ത് ജില്ലയിലെ ആകെ പോളിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 30% അടുത്തെത്തി നിൽക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പോളിംഗ്, നഗരസഭാ പരിധിയിലെ പോളിംഗ് ഏതാണ്ട് 25% എത്തി നിൽക്കുകയാണ്. നഗരത്തിൽ വലിയ ആവേശം ജനം കാണിക്കുന്നില്ല എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ട്. എന്നാൽ പൊതുവെ ജില്ലയിൽ വോട്ടെടുപ്പ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. നമ്മൾ 4 നഗരസഭകൾ തിരുവനന്തപുരം ജില്ലയ്ക്കുണ്ട്. ആ 4 നഗരസഭകളിലും ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ആറ്റിങ്ങൽ നഗരസഭയിൽ 31% കടന്നിരിക്കുന്നു. നെടുമങ്ങാട് അത് 32%-ലേക്ക് എത്തുന്നു. വർക്കലയിൽ അത് ഏതാണ്ട് 29.5%-ലേക്ക് എത്തി നിൽക്കുന്നു. നെയ്യാറ്റിൻകരയിൽ അത് 28%-ത്തിൽ എത്തി നിൽക്കുന്നു. അതുപോലെ ബ്ലോക്കുകളുണ്ട്. ബ്ലോക്കുകളുടെ വിവരം കൂടി ഞാൻ പറയാം. നേമം 31% കടന്നിരിക്കുന്നു. പോത്തൻകോട് 30% കടന്നിരിക്കുന്നു. ഏതാണ്ട് 31-ന് അടുത്തെത്തിയിരിക്കുന്നു. വെള്ളനാട് 32%, 31.5% കടന്നിരിക്കുന്നു. നെടുമങ്ങാടും അതുപോലെ 31.5% കടന്നിരിക്കുന്നു. വാമനപുരം 31%-ത്തിൽ എത്തിയിരിക്കുന്നു. കിളിമാനൂര് 31%-ത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചിറയൻകീഴ് 30%, 30.25, ഏതാണ്ട് 30.45%-ത്തിലേക്ക് എത്തിയിരിക്കുന്നു. വർക്കലയിൽ അത് 29-30% എത്തിയിരിക്കുന്നു. പെരുങ്കടവിള അതുപോലെ 32%-ത്തിൽ എത്തിയിരിക്കുന്നു. അതിയന്നൂർ ബ്ലോക്ക് 30.5% കടന്നിരിക്കുന്നു. പാറശാലയും 30.5% കടന്നിരിക്കുന്നു. ഇത് ഏതാണ്ട് 11:30 മണിക്കുള്ള കണക്കാണ്. ആ 11:30 സമയം കഴിഞ്ഞിപ്പോൾ അരമണിക്കൂർ കൂടെ ആയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും ആ കാര്യത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്കതിൻ്റെ അപ്ഡേഷൻസ് കിട്ടും. ഞാൻ ഈ കണക്ക് ഇവിടെ പറഞ്ഞത് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ പ്രമുഖർ, തിരുവനന്തപുരത്തുള്ള പ്രമുഖരെല്ലാവരും തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വോട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ വന്ന് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ വോട്ടിംഗ് മന്ദഗതിയിലാണ് എന്ന് വിലയിരുത്താൻ കഴിയില്ല. എന്നാൽ വലിയ ആവേശം ജനങ്ങൾക്കുണ്ട് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഉച്ചയ്ക്ക് 12 മണിയോടടുക്കുമ്പോൾ ഏതാണ്ട് ജില്ലയിൽ 30% പോളിംഗ് എത്തി നിൽക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇനി ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ രാവിലത്തെ കണക്കനുസരിച്ച് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. സ്ത്രീകളുടെ ശതമാനം ഒരല്പം താഴെയാണ്. പക്ഷേ നമുക്കറിയാം, സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. സ്ത്രീകൾ ധാരാളമായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വോട്ട് ചെയ്യാൻ ഇറങ്ങുക. അവർ രാവിലെ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത്, കാരണം ഇന്ന് അവധിയാണ്, അതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിലെ
നമ്മുടെ ഗൃഹസംബന്ധമായ ജോലികളെല്ലാം തീർത്തതിനു ശേഷം അവർ ഉച്ചയ്ക്ക് ശേഷം വന്ന് സമാധാനപരമായി വന്ന് വോട്ട് ചെയ്തിട്ട് മടങ്ങാറാണ് പതിവ്. പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് രീതിയിൽ നമ്മൾ കാണുന്ന, വോട്ടെടുപ്പ് ദിവസം നമ്മൾ കാണുന്ന പ്രത്യേകതയാണത്. എന്തായാലും പറഞ്ഞതുപോലെ തലസ്ഥാന ജില്ല വലിയ ആവേശവും കാണിക്കുന്നില്ല, എന്നാൽ വലിയ രീതിയിൽ ഒരു മാന്ദ്യവും കാണിക്കുന്നില്ല. ഒരു ആവറേജ് രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് ഇന്ന് വൈകിട്ട് ഏതാണ്ട് 5:30 മണിയായി വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ ഏതാണ്ട് ഒരു 65%-നും 70%-നും ഇടയ്ക്ക് പോളിംഗ് എത്താനാണ് സാധ്യത. 70-ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ മാർജിനാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ പോളിംഗ് ശതമാനം കൂടി വെച്ചുകൊണ്ട് വേണം ജയപരാജയങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാൻ. നമുക്ക് മനസ്സിലാകുന്ന മറ്റു ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഈ സെഷനിൽ പുരുഷന്മാർ ധാരാളമായി വന്ന് വോട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായി ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം സ്ത്രീകളാണ് എണ്ണം കൂടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിഷ്പക്ഷമായ വോട്ടുകൾ ഉച്ചയ്ക്ക് ശേഷം ധാരാളമായിട്ട് രേഖപ്പെടുത്തുന്നു എന്നാണ്. എന്തായാലും നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫോർട്ട് വാർഡിലെ ബൂത്ത് 1-ലെത്തി വോട്ട് രേഖപ്പെടുത്തി. അതുപോലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പട്ടം സെന്റ് മേരീസ് HSSൽ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരം നഗരസഭയിലെ നീറമൺകര NSS കോളേജിൽ പാപ്പനംകോട് വാർഡിലെ ബൂത്ത് 4-ൽ മന്ത്രി GR അനിൽ വോട്ട് രേഖപ്പെടുത്തി. ഇത്രയും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. പൊതുവെ പോളിംഗ് സമാധാനപരമാണ്. മറ്റു വിഷയങ്ങളൊന്നും അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 1-2 സ്ഥലത്ത് ഈ സാങ്കേതിക തകരാറ് മൂലം വോട്ടെടുപ്പ് അല്പം വൈകിയിരുന്നു. എന്നാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാകാതെ മുന്നോട്ട് പോയി. ഒരു പക്ഷേ സമയം ദീർഘിപ്പിച്ച് അത്തരം സ്ഥലങ്ങളിൽ ഈ വോട്ടെടുപ്പ് ആരംഭിക്കാൻ വൈകിയ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് മറ്റു കാര്യങ്ങളും കൂടെ പരിശോധിച്ച ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് സമയം വൈകിയ അത്രയും സമയം നീട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഒരു വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 1-ാം ഘട്ട വോട്ടെടുപ്പ് വളരെ സമാധാനപരമായിട്ട് പുരോഗമിക്കുന്നു. നമുക്ക് മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഈ 7 ജില്ലകളിലും കൂടി ഏതാണ്ട് ഒരു ശരാശരി 30%-നടുത്ത് വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്തിന് പുറത്ത് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെ കൊല്ലത്ത് വോട്ടിംഗ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ആലപ്പുഴ തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്നു, പിന്നീട് പതുക്കെ കയറി വരുന്ന കാഴ്ച കണ്ടു. അതുപോലെ തന്നെ കോട്ടയത്ത്, എറണാകുളത്ത് ഒക്കെ നല്ല രീതിയിൽ തന്നെ അതിരാവിലെ മുതൽ പോളിംഗ് ആരംഭിച്ചു. ജനങ്ങൾ നല്ല രീതിയിൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, വോട്ടുകൾ രേഖപ്പെടുത്തുന്നു, മടങ്ങിപ്പോകുന്നു. ഇത് പൊതുവെ ഒരു ജനം വളരെ കാര്യക്ഷമമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് സഹകരിക്കുന്നു, വോട്ടെടുപ്പിൽ അവർ ഭാഗഭാക്കാകുന്നു, അതിൽ പങ്കാളിത്തം വഹിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പൊതുവെ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വൈകിട്ട് 5:30 മണി, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഏതാണ്ട് ചിത്രം വ്യക്തമാകും. രാത്രി ഒരു 7:30 മണിയോടുകൂടി അല്ലെങ്കിൽ 8 മണിയോടുകൂടി കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറത്തുവിടാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.